ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ദളിത് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു ഹർത്താൽ. തോട്ടം മേഖലയായ പീരുമേട്ടിൽ ഹർത്താൽ പൂർണ്ണം. ഒന്നും തന്നെ തുറന്നു പ്രവർത്തിച്ചില്ല. സ്വകാര്യ ബസ്സുകളും ഒന്നും സർവീസ് നടത്തിയില്ല. ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. KSRTC ബസ്സുകൾ പതിവ് പോലെ സർവീസ് നടത്തി. ഹർത്താൽ അനുകൂലികൾ ഏലപ്പാറ തുടങ്ങിയ പ്രധാന ടൗണുകളിൽ തമ്പടിച്ച് രാവിലെ തന്നെ വാഹനങ്ങൾ തടയുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം ഈ വാഹനങ്ങൾ വിട്ടയച്ചു. ഏലപ്പാറയിലെ CSDCന്റെയും മറ്റ് ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഹർത്താലിൽ ഏലപ്പാറയെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായ ഒരു പിന്തുണയാണ് ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം വരെയും വ്യാപാരി വ്യവസായികളുടെ പിന്തുണയാണ്, മറ്റുള്ള എല്ലാ ജനങ്ങളുടെയും നല്ലൊരു പിന്തുണയോടുകൂടി തന്നെ ഈ നിമിഷം വരെയും ഞങ്ങളുടെ ഈ ഹർത്താലിന് എല്ലാവിധ സഹായവും. തോട്ടം മേഖലയിൽ തൊഴിലാളികൾ ഭാഗികമായി പണിക്കിറങ്ങി. രാവിലെ തുറന്ന ഏതാനും ചില വ്യാപാര സ്ഥാപനങ്ങൾ ഹർത്താൽ അനുകൂലികൾ എത്തി അടപ്പിച്ചു. സർക്കാർ ഓഫീസുകളിലും ഹാജർ കുറവായിരുന്നു. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിവിധ കേന്ദ്രങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണങ്ങൾ ശക്തമാക്കിയാണ് മുൻപോട്ട് പോയത്.